ഔദ്യോഗിക വാഹനത്തിൽ നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ച മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്റെ യാത്ര. മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായ അജിത് കുമാർ ആണ് വാഹനത്തിൽ പോലീസ് വിജിലൻസ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. ചട്ടവിരുദ്ധമാണെന്ന് അറിയിച്ചിട്ടില്ലെന്നാണ് അജിത് കുമാറിന്റെ വാദം. ഈ കാണുന്നതാണ് തിരുവനന്തപുരം മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡ് അജിത് കുമാറിന്റെ ഔദ്യോഗിക വാഹനം. വാഹനത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നതിനൊപ്പം വിജിലൻസ് എന്നും പോലീസ് എന്നുമുള്ള 2 ബോർഡുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ബോർഡിന് പുറമെ ബീക്കൺ ലൈറ്റും വാഹനത്തിന് മുകളിലുണ്ട്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിങ് പ്രത്യേകം പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെയും വിജിലൻസിന്റെയും യാതൊരു അധികാരവും ഈ ഉദ്യോഗസ്ഥനില്ല. അപ്പോഴാണ് ചട്ടവിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചുള്ള ഈ ഉദ്യോഗസ്ഥന്റെ യാത്ര. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇത് അംഗീകരിക്കുന്നുണ്ട്. പോലീസിൽ ACP ആയിരിക്കവെയാണ് ഡെപ്യൂട്ടേഷനിൽ അജിത് കുമാർ മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായി ചുമതലയേൽക്കുന്നത്. ചുമതലയേൽക്കുമ്പോൾ തനിക്ക് കൈമാറി കിട്ടിയ വാഹനമാണിതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. വിരമിച്ചതിനു ശേഷവും ഔദ്യോഗിക ചിഹ്നമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഉന്നത മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അജിത് കുമാർ സർവീസിൽ ഇരിക്കെയാണ് അനധികൃതമായി ബോർഡ് സ്ഥാപിച്ച യാത്ര ചെയ്യുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.